വളരെ കറക്റ്റായിട്ടുള്ളൊരു സാമീകരണമാണ് നടത്തിയത്. കാരണം ബംഗ്ലാദേശും ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത് അതുതന്നെയാണ് നേപ്പാളിന് സംഭവിക്കുന്നത്. കുറച്ചുകൂടി അതിന് സാമ്യം ബംഗ്ലാദേശുമായിട്ടാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ നിരോധിക്കുകയല്ല ശരിക്കും നേപ്പാൾ ചെയ്തത്. സോഷ്യൽ മീഡിയ ഒരു റെഗുലേഷൻ കൊണ്ടുവരികയാണ്. അത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ട് റെഗുലേറ്റ് ചെയ്യുന്നുള്ള കാരണത്താലല്ല, നേപ്പാൾ ചെയ്ത് വേറൊരു കാരണം കൊണ്ടാണ്. നേപ്പാൾ ചെയ്തത് അവിടെ ഹെയ്റ്റ് ക്രൈംസ് കൂടുന്നു, ഹെയ്റ്റ് സ്പീച്ച് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാരണം. ഹെയ്റ്റ് സ്പീച്ചിന് ഗുണഭോക്താക്കൾ അവിടുത്തെ രാഷ്ട്രീയക്കാരാണ്, എല്ലാ പാർട്ടിയിലും രാഷ്ട്രീയക്കാരാണ്. എങ്കിൽ പോലും ഹെയ്റ്റ് സ്പീച്ച് നിയന്ത്രിക്കണം എന്ന അവർ 2021 തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാനുള്ള ശ്രമമാണ്. ആ നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള, ഇപ്പോൾ ട്വിറ്ററിനെയും ഫേസ്ബുക്കിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള റെഗുലേഷൻ മോഡുണ്ട്. അതേപോലെ തന്നെ അവർ അവിടെയും ഒരു റൂൾസ് കൊണ്ടുവരുന്നു. പാർലമെൻ്റ് അല്ല കൊണ്ടുവരുന്നത്, പകരം എക്സിക്യൂട്ടീവ് തന്നെ ഒരു നിയമം കൊണ്ടുവരികയല്ല, റൂൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റൂൾ കൊണ്ടുവന്നിട്ട് ഒരു ആർബിട്രേഷൻ ഒക്കെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നു. അല്ലാത്തവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയയും അവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സർക്കാരിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു. പക്ഷേ ജെൻ സി എന്ന് പറയുന്ന ഈ 20 വയസ്സിനും 30 വയസ്സിനിടയ്ക്കുള്ള ആളുകൾ, 20 വയസ്സിന് താഴെയുള്ള പിള്ളേർ ഉൾപ്പെടെ വലിയ തോതിൽ തെരുവ് കിടക്കുന്നു. നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതിന് സമാനമായ ഒരു കലാപ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുകൊണ്ടല്ല അവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായത്. അവിടെ ഒരു നേപ്പാളിനെ നമുക്കറിയാം, നേപ്പാൾ ഒരു വളരെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമുള്ളൊരു രാജ്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജിയോ പൊളിറ്റിക്കലി അത് ചൈനയ്ക്ക് ഇന്ത്യക്ക് ഇടയ്ക്ക് ഇങ്ങനെ സാൻഡ്വിച്ചായി കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രാധാന്യമുണ്ട് അവിടെ നടക്കുന്ന ചെറിയ ചലനങ്ങൾക്ക്. ഈ പറയുന്ന മേഖലയിൽ വലിയ പ്രാധാന്യമുണ്ട്. അവിടുത്തെ പ്രശ്നം നമുക്കറിയാം, നേപ്പാൾ ദീർഘകാലം രാജഭരണത്തിന് കീഴിലായിരുന്നു, ദീർഘകാലം. പിന്നീട് അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ഒരു ഭരണഘടനയുള്ള രാജവാഴ്ചയായി മാറി, ഒരു പരിമിതമായ ജനാധിപത്യം കൊണ്ടുവന്നു. പിന്നീട് ആ ജനാധിപത്യത്തെ അടിച്ചമർത്താൻ നോക്കി, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. പിന്നെ നമുക്കറിയാം 2006 മറ്റാണെന്ന് തോന്നുന്നു, അവിടുത്തെ രാജകുടുംബാംഗങ്ങളെ മൊത്തം ഒരു രാജകുമാരൻ വെടിവെച്ചു കൊന്നു. വെടിച്ചു വന്നതിന് ശേഷം ആ രാജാവിൻ്റെ, മഹേന്ദ്ര രാജാവിൻ്റെ സഹോദരൻ വീണ്ടും രാജഭരണത്തിലേക്ക് വന്നു. പിന്നീട് അവിടെ വലിയ തോതിലുള്ള ജനകീയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ആ ജനകീയ പ്രൊട്ടസ്റ്റിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് മാവോയിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനമുന്നേറ്റമാണ്. പിന്നീട് അതൊരു മൊണാർക്കി തന്നെ അബോളിഷ് ചെയ്തുകൊണ്ട് അതൊരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായി മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ 2015-ലും 2016-ലും നടന്ന ഈ സംഭവ വികാസങ്ങൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം വരുന്നു എന്നുള്ളത് ആരെയാകും ആശങ്കപ്പെടുത്തുക? ചൈനയാണോ ഇന്ത്യയാണോ? അപ്പോൾ അതൊരു മാവോയിസ്റ്റ് ഇൻസർജൻസി നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ജനാധിപത്യ സമരത്തിൽ മാവോയിസ്റ്റുകൾ നേതൃത്വം കൊടുക്കുന്നു. മാവോയിസ്റ്റുകൾക്ക് പ്രാമുഖ്യമുള്ള പ്രചണ്ഡ പ്രധാനമന്ത്രിയാവുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതാരായിരിക്കും? ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ അത് ചൈന പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് തോന്നും. ചൈനീസ് ഇൻഫ്ലുവൻസ് ആണ്. അങ്ങനെയല്ല. നേപ്പാളിൽ ആക്ച്വലി മാവോയിസം വളർന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ മാവോയിസ്റ്റുകളാണ് അവിടെ മാവോയിസം പ്രൊപ്പഗേറ്റ് ചെയ്തത്. ആയുധങ്ങൾ കൊടുക്കുക അങ്ങനെയല്ല, ഐഡിയോളജിക്കലി അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു മാവോയിസ്റ്റ് മൂവ്മെൻറ്റാണ് നേപ്പാളിലേത്. അപ്പോൾ അവിടെ ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായി മാറുന്നു. മാവോയിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നു. അവിടെ കോൺഗ്രസ്, നേപ്പാളി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുണ്ട്, അവന് ശക്തമാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കുമ്പോൾ ഒരു കറപ്ഷൻ വ്യാപകമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രധാനമായി ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആളുകൾ കൂടുതൽ ജനാധിപത്യബോധമുള്ളവരുമായി. കാരണം നൂറ്റാണ്ടുകളായിട്ട് അവർ രാജഭരണത്തിൽ കഴിഞ്ഞവരാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അവരെ കുറേ കൂടി. നേപ്പാൾ ഒരു അടഞ്ഞ രാജ്യമാണ്, നമുക്കറിയാം. ഒരു വശത്ത് ഹിമാലയം, 2 രാജ്യങ്ങൾക്കിടയിൽ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ളൊരു രാജ്യം. അപ്പോൾ പലതുകൊണ്ടൊരു അടഞ്ഞ രാജ്യമായിട്ടും പ്രധാനപ്പെട്ട വ്യാപാര ബന്ധങ്ങൾക്ക് ഇന്ത്യയെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ അതിർത്തി അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നേപ്പാൾ നിശ്ചലമായി പോകും. കാരണം നേപ്പാളിലേക്കുള്ള ഇറക്കുമതിയുടെ 66% ഇന്ത്യയിൽ നിന്നാണ്. അത് പെട്രോൾ മുതൽ ഡീസൽ മുതൽ വളം അങ്ങനെ തുടങ്ങിയുള്ള അവശ്യ വസ്തുക്കൾ മുഴുവൻ ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി, മാവോയിസ്റ്റുകൾ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു മാറ്റം, നേപ്പാൾ പൊതുവെ ഇന്ത്യയിൽ നിന്ന് ഡിപ്ലോമാറ്റിക്കലി ചൈനയിലേക്ക് ചാഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഈ ചൈനയിലേക്ക് ചാഞ്ഞു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ ഈ നേപ്പാളിൻ്റെ ഡെമോഗ്രഫി കൂടി കുറച്ചുകൂടി പഠിക്കണം. അതെന്താണെന്ന് വെച്ചാൽ നേപ്പാൾ ഒരു ലോകത്തെ ഒരു ഹിന്ദു രാജ്യമാണ്. അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള 82% ഹിന്ദുക്കളാണ് അവിടെയുള്ളത്. പക്ഷേ ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഇന്ത്യക്ക് സമാനമല്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള ജാതി വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 മുതൽ 30% വരെ അവിടുത്തെ തദ്ദേശീയർ എന്ന് പറഞ്ഞാൽ ഈ ബർമീസ്, ചൈനീസ്, ടിബറ്റൻ DNA ഉള്ള ആ വംശത്തിൽപ്പെട്ട ആളുകൾ 20 മുതൽ 30% വരെയുണ്ട്. അവർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നേപ്പാളി പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ. അവരുടെ ബ്യൂറോക്രസിയിലോ രാഷ്ട്രീയത്തിലോ ഒന്നും അവരവിടെ ഇല്ല. അപ്പോൾ ആരാണപ്പോൾ ഈ പറയുന്ന നേപ്പാൾ ഭരിക്കുന്നത്? നേപ്പാളിൻ്റെ ഉന്നത ശ്രേണിയിൽ ആരാണുള്ളത്?
അതീ പറയുന്ന ഈ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചുള്ള ഈ മലനിരകളിൽ താമസിക്കുന്ന ഉന്നത ജാതിക്കാരായ മനുഷ്യരാണ് ഈ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ പിന്തള്ളപ്പെടുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഞാനിത് 20 മുതൽ 30% എന്ന് പറഞ്ഞാൽ ചെറിയ ജനസംഖ്യയല്ല, വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ അസംതൃപ്തരാണ്. പൂർണ്ണമായും അവർ അവഗണിക്കപ്പെട്ടു. ഇന്ത്യയിൽ ദളിതുകളും ആദിവാസികളും എങ്ങനെ അവഗണിക്കപ്പെടുന്നു, അതിലും രൂക്ഷമായി അവഗണിക്കപ്പെടുന്നുണ്ട് അവർ. ഇനി അവിടെ വലിയ തോതിലുള്ള ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന മറ്റൊരു ജനവിഭാഗമുണ്ട്, മാധേശികൾ എന്നാണ് പറയുക. ഈ മാധേശികൾ താമസിക്കുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറിനോട് ചേർന്നുള്ള സമതല പ്രദേശത്താണ്. ബാക്കി മുഴുവൻ മൗണ്ടൻസാണ് ഈ നേപ്പാളിൽ. ഈ സമതല പ്രദേശം എന്ന് പറഞ്ഞാൽ ബീഹാറിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും യുപിയുടെയും ഒക്കെ ബോർഡറിൽ വരുന്ന സമതല പ്രദേശമാണ്. ഒരു നദിയുടെ അക്കരയ്ക്കരയാണ്. നമുക്കറിയാം ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്ന് തുറന്നു കിടക്കുന്നതാണ്. പാസ്പോർട്ടും വിസയൊന്നും ആവശ്യമില്ല അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഈ ജനങ്ങൾ മാധേശികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 10-20% വരും. ഈ 20% മനുഷ്യർക്ക് ഇന്ത്യയുമായി വലിയ ബന്ധമുണ്ട്. കാരണം അവർ രൂപത്തിൽ തന്നെ ഇന്ത്യൻ വംശജരാണ്, ഇന്ത്യക്കാരാണെന്ന് തോന്നിക്കുന്ന ശാരീരിക പ്രകൃതിയുള്ളവരാണ്. മറ്റൊന്ന്, ഇവരുടെ എല്ലാം ബന്ധുക്കളും ഈ ബോർഡറിന് ഉണ്ടാവും. കാരണം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു കിടക്കുന്ന അതിർത്തിയാണല്ലോ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെയല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം യാത്ര ചെയ്യുന്ന ആളുകളാണ്.